പാപത്തിൽ പെട്ട് പാപ ചെളി പിടിച്ച് ആകെ ഇരിക്കുമായിരുന്നു. പക്ഷേ എന്നെ വലിച്ചു കയറ്റിയവൻ അവൻ നീതിമാനായതുകൊണ്ട്, അവൻ പാപമില്ലാത്തവനായതുകൊണ്ട് അവൻ്റെ നീതിയുടെ അങ്കി എന്നെ അങ്ങ് ഇടിയിച്ചു. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ നീതിമാനായതല്ല, പിന്നെയോ എൻ്റെ യേശു എന്നെ നീതീകരിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. എനിക്കന്ന് ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയതായ ആ ഊടാട, ഹല്ലേലൂയ, ആ വസ്ത്രം എന്നെ അണിയിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ഒന്ന് ഹല്ലേലൂയ പറഞ്ഞേ. ഇത്രയും പരമായിട്ട് വലിയ സന്തോഷം വല്ലതും ഉണ്ടോ? ഹല്ലേലൂയ. പാപത്തിന്റെ ചെളിക്കുഴിയിൽ താണുപോയിക്കൊണ്ടിരുന്ന എന്നെയും നിന്നെയും അവൻ വലിച്ചു കയറ്റി, അവൻ സുസ്ഥിരമായ പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. അവൻ എൻ്റെ വായിലൊരു പുതിയ പാട്ട് തന്നു എങ്കിൽ നമ്മൾ അവനെ അല്ലാതെ പിന്നെ ആരെയാണ് നമ്മൾ ആരാധിക്കുന്നത്? ഹല്ലേലൂയ. അവനെ പോലെ ആരാധിക്കാൻ യോഗ്യനായവൻ വേറെ ആരുമില്ല. ഹല്ലേലൂയ. പാട്ടുകാരൻ അഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ, അഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ, യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനു സ്തുതി, യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനു സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ, ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ഹല്ലേലൂയ. അവൻ നമുക്ക് അർഹിക്കാത്ത നന്മകളാ തന്നേ, നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത ദാനമാണ് നമുക്ക് തന്നേ. അവൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളത്തിൽ അവൻ തന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പം അവനെ കൈക്കൊള്ളുന്ന ആ സ്നേഹം ഏറ്റവും വലുത്. ഹല്ലേലൂയ. അപ്പം എന്ത് ചെയ്യുക? ആ കൃപയും ആ വിശ്വാസവും കൂടി ചേർന്നപ്പോൾ നാം രക്ഷിക്കപ്പെട്ടു. രക്ഷിക്കപ്പെട്ടപ്പോൾ അവൻ നമ്മെ വലിച്ചു കയറ്റി സുസ്ഥിരമായ പാറമേൽ നിർത്തി. എന്നിട്ട് എന്ത് ചെയ്യുക? അവൻ്റെ നീതിയുടെ വസ്ത്രം നമ്മെ അണിയിച്ചു. അങ്ങനെ നമ്മൾ നീതിമാന്മാരായി തീർന്നു. ഹല്ലേലൂയ. ഇനി എന്ത് ചെയ്യുക? നമുക്ക് വിശുദ്ധന്മാരായി തീർന്നു. നമ്മുടെ ശരീരം, ഈ ശരീരം ഇനി എന്തിനുള്ളതല്ല? ലോകത്തിന് വേണ്ടിയിട്ട് ഉള്ളതല്ല. ഇതിനെ വിശുദ്ധിയിൽ കാക്കണം. ഈ ശരീരത്തെ വിശുദ്ധിയിൽ കാക്കണം. എന്തിനു വേണ്ടി? കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി മധ്യാകാശത്തിൽ വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടിരിക്കുന്നവരെ, സ്തോത്രം, ഹല്ലേലൂയ. ഇതെപ്പോൾ സംഭവിക്കും? കണ്ണിമയ്ക്കുന്ന നേരത്ത്. ഹല്ലേലൂയ. നമ്മുടെ ശരീരം വിട്ടുപോയതായ ആത്മാവ് കണ്ണിമയ്ക്കുന്ന നേരത്ത് എവിടെ വരും? ഈ ശരീരം എടുക്കുവാൻ വരും. ഹല്ലേലൂയ. പക്ഷേ ഈ ശരീരം മണ്ണിൻ്റെ ശരീരമാണ്. പക്ഷേ ഈ ശരീരത്തെ എന്താക്കി മാറ്റും? വിണ്ണിൻ്റെ ശരീരമാക്കി മാറ്റും. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ കാൽവറി ക്രൂശിൽ പടയാളികൾ അവരെ കൊന്ന്, ഹല്ലേലൂയ, മരിച്ച് അടക്കപ്പെട്ട് കല്ലറയിൽ വെച്ചപ്പോൾ, ഹല്ലേലൂയ, ശരീരം അവിടെ ഇട്ടിട്ടാണ് പോയേ. സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗമിക ശരീരങ്ങളുമുണ്ട്. ഹല്ലേലൂയ. പക്ഷികളുടെ ശരീരം വേറെ, മൃഗങ്ങളുടെ ശരീരം വേറെ, അതുപോലെ സ്വർഗീയ ശരീരങ്ങളുമുണ്ട്, ഭൗതിക ശരീരങ്ങളുമുണ്ട്. ഈ ഭൗമിക ശരീരത്തെ എന്ത് ശരീരമാക്കി മാറ്റും? സ്വർഗീയ ശരീരമാക്കി മാറ്റും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണം? ഇനി വിശുദ്ധിയിൽ ജീവിക്കണം, വിശുദ്ധിയിൽ ജീവിക്കണം, വിശുദ്ധിയിൽ ജീവിക്കണം എന്ന് പറയാൻ കാരണം എന്ത് ചെയ്യുക? ഈ ശരീരത്തെ ആരുടെ ഇഷ്ടത്തിന് കൊടുക്കരുത്? ദുഷ്ടൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച്, ലോകത്തിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് കൊണ്ടുവന്ന് കൊടുക്കരുത്. പിന്നെ ഇത് ആരുടെ ഇച്ഛയാ? ദൈവത്തിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് ജീവിക്കണം. അമ്മ നമ്മളെ കർത്താവ് യേശു ക്രിസ്തു നമ്മളെ നീതീകരിച്ചു. പക്ഷെ നമ്മുടെ ശരീരം കൊണ്ട് നമ്മളെ വിശുദ്ധീകരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധന്മാരായിട്ട് ജീവിക്കണം, വിശുദ്ധി ജീവിക്കണം, സത്യത്തിൽ ആത്മാവിൻ ദൈവത്തെ ആരാധിക്കണം എന്ന് പറയും. കാരണം ഈ വിശുദ്ധി എവിടെ വേണം?
നമ്മുടെ ശരീരത്തിൽ നമ്മളെ വിശുദ്ധീകരണം. അങ്ങനെ നമ്മൾ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിച്ച് ഹല്ലേലൂയ ആ ദൈവഹിതം എന്തെന്ന് അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ ജീവിക്കണം. ഹല്ലേലൂയ. അങ്ങനെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് എന്തുണ്ട്? സമാധാനമുണ്ട്. ആ സമാധാനമായി ക്രിസ്തു നമ്മുടെ ഉള്ളത്തിൽ വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലോകത്തിൽ 2 സൈസ് ആളുകളാണ് ഉള്ളത്. ഹല്ലേലൂയ. ഒന്ന് രക്ഷിക്കപ്പെട്ടവരെ കൂടവും ഒന്ന് രക്ഷിക്കപ്പെടാത്തവരെ കൂട്ടവും. ഹല്ലേലൂയ. അതായത് വിശ്വാസികളും അവിശ്വാസികളും. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടവരെന്ത് ചെയ്യുക? കർത്താവായ യേശു ക്രിസ്തുവിനെ ഉള്ളത്തിൽ സ്വീകരിച്ച മക്കളാണ് എന്ത്? രക്ഷിക്കപ്പെട്ട കൂട്ടം. ഹല്ലേലൂയ. പിന്നെ രക്ഷിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞ് വിശ്വസിച്ച് എവിടെ വന്നവരുമുണ്ട്, വിശ്വസിച്ച സഭയിൽ ഇരിക്കുന്നവരുമുണ്ട്. ഹല്ലേലൂയ. അവർ ശരിക്കും പറഞ്ഞാൽ കൽപ്പനകളൊക്കെ പ്രമാണിച്ചവരായിരിക്കാം, പക്ഷേ അവരെന്ത് ചെയ്തിട്ടില്ല, ഉള്ളത്തിൽ അവർ കൈക്കൊണ്ടിട്ടില്ല. പക്ഷെ അവർ ദൈവമക്കളാന്ന് പറയും, പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, വിശ്വസിച്ചു, എന്ത് ചെയ്തില്ല, കൈക്കൊണ്ടില്ല. ഹല്ലേലൂയ. പ്രശ്നം വന്നപ്പോൾ, പ്രതിസന്ധി വന്നപ്പോൾ അവരങ്ങ് വിശ്വസിച്ചു യേശുവിനെ, പക്ഷെ എന്ത് ചെയ്തില്ലായിരുന്നു, കൈക്കൊണ്ടില്ലായിരുന്നു. അവരെല്ലാം കഴിഞ്ഞ് അവർ എവിടെ ഇരിപ്പുണ്ട്? ഈ സഭയ്ക്കുള്ളിൽ ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ അവരാണ് വിശ്വാസികൾ. അവരെന്തല്ല, അവർ രക്ഷിക്കപ്പെട്ടവർ അല്ല. പക്ഷെ ആരെയാ സഭയോട് ചേർത്തേ? രക്ഷിക്കപ്പെട്ടവരെ സഭയോട് ചേർത്തേ, വിശ്വാസികളെ അല്ല. ഹല്ലേലൂയ. വിശ്വാസികൾ എന്ത് ചെയ്യും? ജീവിതകാലം മുഴുവൻ കൈയടിച്ചുകൊണ്ടിരിക്കും. രക്ഷിക്കപ്പെട്ടവർ കൈയടിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. പിന്നെ അവൻ എങ്ങോട്ട് പോവും? അവൻ ദൈവരാജ്യവുമായിട്ട് വലിയ ഫലം കായ്ക്കാൻ പോവും. ഹല്ലേലൂയ. ഫലം കായ്ക്കണില്ലേ? അവൻ വെറും വിശ്വാസിയാ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം ഉള്ളത്തിൽ ചെന്നാൽ പിന്നെ അടങ്ങിയിരിക്കാൻ പറ്റുമോ? ഈ ഷാജി ബഹൻ നോക്കി. ഹല്ലേലൂയ. ഞാൻ ഇന്നലെ ഇവിടുത്തെ ആ മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക വീണ്ടും. ഹല്ലേലൂയ. നിങ്ങൾക്ക് അറിയണേ, എൻ്റെ വീട്ടിൽ താമസിച്ചപ്പോൾ എനിക്ക് ഇങ്ങനെയൊന്ന്, ഞാൻ ഒത്തിരി ദൈവദാസന്മാരെ കണ്ടിട്ടുണ്ട്. ഞാൻ പോട്ടെ, ഈ ഷാജിബ് എൻ്റെ വീട്ടിൽ താമസിക്കുമ്പോൾ ഞാൻ പാതിരാത്രിയാകുമ്പോൾ നോക്കുമ്പോൾ പെരയ്ക്കകത്തുനിന്ന് ഒരു കുച്ചു 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 എന്ന് ഒച്ച കേൾക്കാം. എനിക്കിത് മനസ്സിലായി. ഞാൻ വലിയ ഒച്ച എടുക്കണേ ആയിക്കോട്ടെ. ഞാൻ അന്നൊന്നും നമുക്ക് അത്ര വലിയ ഇതൊന്നുമില്ലല്ലോ. അപ്പം ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ഒന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒച്ചയ്ക്ക്, ഇങ്ങോട്ട് ഒച്ചേക്കാം. പാതിരാത്രി ആയി കഴിഞ്ഞപ്പോഴേ ഞാൻ പയ്യെ ഡോർ വന്നിട്ട് ഒച്ച കേൾക്കണം, പയ്യെ തുറന്ന് നോക്കിയപ്പോൾ ഈ ദിവസം ഹോളിക്കട ഇങ്ങനെ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, ഇത് എന്തൊരു പരിപാടി ചെയ്ത് മീറ്റിംഗ് കഴിഞ്ഞ് കടന്നു ഉറങ്ങാൻ കഴിഞ്ഞ് പിന്നെ കാരണം അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. ഇത് ഉള്ളിൽ നിന്ന് വരുന്ന സ്വർഗീയ സ്നേഹമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നലെ അത് ഞാൻ ആ സമയത്ത് അവിടെ ചെന്നപ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കുക. ഇന്നലെ ഷാജി വേറൊരു ലോകത്താ. ഹല്ലേലൂയ. ഇവിടെയൊന്നും അല്ല നിൽക്കണേ. എനിക്കറിയാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു ലോകത്താ. ഹല്ലേലൂയ. കണ്ടോ, അതോ സ്വർഗീയമായ ആ സാന്നിധ്യം അനുഭവിക്കുന്ന സന്തോഷം. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ വീട്ടിൽ നോക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഞാൻ പിന്നെ ദിവസം ചോദിച്ചു, അപ്പോൾ എപ്പോഴാണ് ഈ കടന്നു ഉറങ്ങണേ? എപ്പോഴാണ് മതേ? നമ്മളിങ്ങനെ ശാന്തമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ നടന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ചില കാര്യങ്ങളൊക്കെ നമ്മളോട് സംസാരിക്കും. ആ സംസാരിക്കുന്ന കാര്യം അന്നേരം പേപ്പറിൽ എന്ത് ചെയ്യണം, അങ്ങ് എഴുതിയിടണം. എന്നിട്ട് അതാണ് കർത്താവ് നമ്മളോട് തന്നെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഉണ്ടോ പരിപാടികൾ. അതെ. അപ്പം ഞാൻ ഓർത്തോണ്ടിരുന്നേ ഇങ്ങനെയൊക്കെ കൈയടിച്ചിരുന്നാൽ അങ്ങോട്ട് ഇങ്ങനെയൊക്കെ കൈയടിച്ച് അങ്ങോട്ട് പോയി 10 ആൾക്കാരെ കൂട്ടിക്കഴിഞ്ഞ് എങ്ങനെയെങ്കിലും, പക്ഷെ കാര്യങ്ങളേക്ക് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇതും കൊണ്ടൊന്നും പറ്റത്തില്ലെന്ന് മനസ്സിലായി. ഒന്നുമല്ല ലോകം അല്ലെങ്കിൽ ദൈവം, രണ്ടിനും ഒരിക്കലും പോകാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. രണ്ട് വള്ളത്തെ കാലി ഔട്ടിക്കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഇങ്ങനെ അങ്ങ് കുറച്ച് കഴിയുമ്പോഴത്തേ ഈ വള്ളം എന്ത് ചെയ്യും, അകന്ന് പോയി പൊത്തോന്ന് പറഞ്ഞ് താഴി. എന്നാ പൊത്തോന്ന് യാറണേ? കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന ശബ്ദത്തോടും വരുമ്പോൾ പൊത്തോതി ആടുള്ളൂ. അതുവരെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ പോകാം. ഹല്ലേലൂയ. അന്നേരം തള്ളപ്പെട്ടു പോകുന്നവരെ കൂട്ടത്തിൽ ആയി പോകാനിടയായിത്തീരുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഒരു തലം ആൾക്കാർ എന്ത് ചെയ്യുക, രക്ഷിക്കപ്പെട്ടവർ, മറ്റൊരു തലം വിശ്വാസികൾ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികൾ, ഹല്ലേലൂയ, ഒരു ഭാഗം നമുക്കൊന്ന് വായിക്കാം. ജീസസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി, ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. എന്താ അവിടെ യേശു കാണിച്ചു കൊടുത്തേ? ദൈവരാജ്യത്തെ സംബന്ധിച്ച കാര്യങ്ങൾ ആർക്ക് പറഞ്ഞു കൊടുത്തു? ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തു. കാരണം ഇത് ലോകമനുഷ്യനോട് പറഞ്ഞ, ഇത് ലോകമനുഷ്യൻ ലോകത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും. പക്ഷെ ലോകമനുഷ്യനോട് ദൈവരാജ്യത്തെ കാര്യം പറഞ്ഞാൽ
മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് യേശു പോയാൽ പിന്നെ എന്ത് ചെയ്യുക, ഇവർക്ക് ആകെ പോലെ പരിപ്പാതി. പക്ഷേ യേശു പോയില്ല. യേശു ഇവരെ കൂടെ നിന്നിട്ട് എന്ത് ചെയ്തു, ഇവരെ ബലപ്പെടുത്തി ശക്തിപ്പെടുത്തി എന്ത് ചെയ്യുക, എന്നിട്ട് പറഞ്ഞു ദൈവരാജ്യത്തിൻ്റെ സംബന്ധിച്ച കാര്യങ്ങൾ തൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുത്ത് അവരെ ശക്തിപ്പെടുത്തി. എന്നിട്ട് അവർ പറഞ്ഞു, എന്താ അവരോട് പറഞ്ഞേ, അങ്ങനെ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട് നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിന് വേണ്ടി നിന്നും കാത്തിരിക്കണം. ഹല്ലേലൂയ, കാത്തിരിക്കണം. ഹല്ലേലൂയ. ഈ ശിഷ്യന്മാർ ഇത്രോ നാളും കർത്താവിൻ്റെ കൂടെ തട്ടിയും മുട്ടിയും ഉരുമിയും അത്ഭുതം അടയാളം കണ്ടവരും ഇവരും ചെയ്ത് ഇവരെന്തിനു കാത്തിരിക്കണം, കർത്താവിനെ അങ്ങ് കൊടുത്താൽ പോരെ അങ്ങോട്ട്. ഹല്ലേലൂയ. ഇത് നമ്മളൊക്കെ കാത്തിരിക്കാതെ ചുമ്മാ എന്ത് ചെയ്യുക, അങ്ങ് മേടിച്ചങ്ങോട്ട് എന്തോ ആയെന്ന് പറഞ്ഞ് നടക്കുക. ഹല്ലേലൂയ. എന്തിനാ? ശക്തി വേണം. ഹല്ലേലൂയ. ഭക്ഷണം കഴിക്കണതിൻ്റെ ശക്തിയൊക്കെ കൈ കാണും. നല്ല എന്നാ സെവനോ എന്നാ സിസ്ബാക്കോ സെവൻ ബാക്കോ ആ സാധനമൊക്കെ. പക്ഷെ ആ ശക്തിയോട് പോയി കഴിഞ്ഞാൽ സുവിശേഷം പറയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. സുവിശേഷം പറഞ്ഞ് എവിടുത്തെ ശക്തി വേണം? ഉയരത്തിലെ ശക്തി ഈ ശരീരത്തിൽ വന്നാൽ മാത്രമേ ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറയാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് നോക്കിയേ, ലോകരാജ്യത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് സുവിശേഷീകരിക്കുന്ന ഒത്തിരി സുവിശേഷന്മാരുണ്ട്. കാരണം വന്നവൻ എന്ത് വേണം, കെട്ടങ്ങൾ അഴിയണം, അത് പോകണം, ബിസിനസ് വലുതാണ്, അത് വേണം, ഇത് ചടപടപടപട എല്ലാം കൊടുത്തങ്ങ് വിടും. പക്ഷെ എന്ത് പറയാനില്ല. പക്ഷെ യേശു എന്താ പറഞ്ഞു കൊടുത്തേ? നീ ജനത്തോട് എന്ത് പറയണം? മക്കളെ, നിങ്ങൾ പോയിട്ട് ലോകരാജ്യത്തിൻ്റെ കാര്യം പറഞ്ഞ് ജനത്തെ ലോകരാജ്യത്തിൽ പഠിപ്പിക്കുമല്ല വേണ്ടേ, പോക്കറ്റിരിക്കുന്ന കാശ് മേടിച്ചുകൊണ്ട് നടന്നാൽ പോയി. പിന്നെ എന്ത് ചെയ്യണം? ഇവർക്ക് നീ ദൈവരാജ്യത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഹല്ലേലൂയ. ഇന്ന് ദൈവരാജ്യത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഇങ്ങനെയൊക്കെ വചനം കേൾക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടോ? ദൈവരാജ്യം